ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഐറ്റം. ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ പോലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്നതാണ് റവ അല്ലേ. ഈ റവ വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ നിങ്ങൾക്ക് വറുത്തതോ അതല്ലെങ്കിൽ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിത് ആദ്യം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മിക്സി ഏതാണോ നന്നായിട്ട് പൊടിക്കാൻ പറ്റുന്നത് ആ ജാറിലിട്ടിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഞാൻ അതേ ജാറിലേക്ക് തന്നെയാണ് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റവ ഇട്ട അതേ പാത്രത്തിൽ തന്നെയാണ് ഈ ഒരു പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ആ മിക്സിയിലേക്ക് തന്നെയാണ് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കുക. ഈ മുട്ടയൊക്കെ നല്ല പോലെ പതഞ്ഞ് വരുന്ന രീതിയിലൊന്ന് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ റവയുടെയും പഞ്ചസാരയുടെയും ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ യോജിക്കുന്ന രീതിക്ക് നന്നായിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിതൊന്ന് മൂടിയിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ടിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വറുത്തെടുത്തിട്ട് തേങ്ങാക്കൊത്തൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഈ ഓയിൽ നമുക്ക് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൂടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ റവയുടെ കൂട്ടുണ്ടല്ലോ, അതൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് റവയാണ് വെള്ളമൊക്കെ കുടിച്ചിട്ട് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടല്ലോ നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ നല്ല പോലെ ആക്ടിവേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഡ്രോപ്പ് വിനാഗിരി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. ഒരു 3 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല പോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ ചേർക്കാൻ പോകരുത്. ഒന്നെങ്കിൽ 2 ഡ്രോപ്പ് അതല്ലെങ്കിൽ 3 ഡ്രോപ്പ് അത്രയും മതി. അതുകൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലത്തെ ഗ്ലാസ്സാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്തെടുത്ത ആ ഒരു ഓയിൽ ഉണ്ടല്ലോ, അതൊന്ന് നമുക്കിതിലേക്ക് താഴെ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ സൈഡ് ഭാഗത്തും ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്കതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2 തവി മാവാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ എല്ലാത്തിലും ഒരേ പരുവത്തിൽ അങ്ങ് ഒഴിക്കാൻ നോക്കുക. എന്നാൽ പിന്നെ എല്ലാം ഒരേ ലെവലിൽ തന്നെ അങ്ങ് ഇത് റെഡിയായി കിട്ടിക്കോളൂ. അപ്പോൾ ഞാനിത് 2 തവി മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാക്കൊത്തു കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ തേങ്ങാക്കൊത്ത് തന്നെ വേണമെന്നില്ല. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ റൈസിൻസ് ആണോ ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ കാഷ്യൂനട്ടും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ അത് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രം ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമ്മളൊന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയിട്ട് ഒരു ഈർക്കിളി ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുന്ന സമയത്ത് അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി അഥവാ ഈർക്കിളിയിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ സ്പൂണോ അതല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ വിട്ടിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് റവ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി 4 മണി പലഹാരമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളിത് തയ്യാറാക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.